ഹേ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് വിത്ത് രേഷ്മ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വിചാരിച്ചൊരു കാര്യമായിരുന്നു, കണ്ടിന്യൂസ് വീഡിയോ ഇടണം. എന്തൊക്കെ വന്നാലും വ്യൂസ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും കണ്ടിന്യൂസ് വീഡിയോ ഇടണമെന്ന്. പക്ഷെ നടന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമൊന്നുമല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഭയങ്കര എഫേർട്ട് ഇട്ട് ടൈം സ്പെൻഡ് ചെയ്തേണ്ട ഒരു കാര്യമാണിത്. അതുമാത്രമല്ല, ഭയങ്കര തിരക്കിലൂടെയാണ് ഈ ഒരു വീക്ക് പോയിക്കൊണ്ടിരുന്നത്. സൺഡേ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലീനിങ് ആണ് ഇന്നത്തെ ഈ വ്ളോഗിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മുടെ വാർത്തതിന് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് വെള്ളം വീഴുമായിരുന്നു. ഭിത്തിമേ കൂടി ഇങ്ങനെ ഒലിച്ചിറങ്ങുമായിരുന്നു. അടുക്കളയിൽ ഡയറക്റ്റും വെള്ളം വീഴുമായിരുന്നു, വാർക്കലിൻ്റെ ഇടയ്ക്ക് കൂടിയിട്ട്. അങ്ങനെ നമ്മുടെ ഭിത്തിയൊക്കെ നശിഞ്ഞിരിക്കുകയുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ളിപ്പോൾ ക്ലീൻ ചെയ്യാനുള്ള സമയമൊന്നും ഇല്ല, ഒന്നും നടക്കുകയില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റാക്കാനുള്ള പരിപാടിയിലാണ്. ഈ പെയിൻറ്റൊക്കെ ഇനി ചീക്കളഞ്ഞാൽ നമുക്ക് വേറെ പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് തന്നെ ഒന്ന് ആ ഡാർക്ക് സ്പോട്ടൊക്കെ കൂടുതലുള്ള സ്ഥലത്താണ് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. അതുകൂടാതെ ഇഷ്ടംപോലെ പൊടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ വീട്ടിലെ എല്ലാ സ്ഥലത്തും ബർത്ത് ഉണ്ട്. എന്ത് കാര്യത്തിനും നമ്മുടെ വീട്ടിൽ വേണ്ടത്തെ എല്ലാ സാധനങ്ങളും ആ ബർത്തിൻ്റെ മേളിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്തൊന്നും കാണാൻ പറ്റില്ല. ഇതേപോലെ വലിച്ചു വാരിയൊക്കെ ഇടുമ്പോഴാണ് ആ പൊടിയൊക്കെ മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ വീട്ടിലുള്ള എല്ലാ സാധനവും വലിച്ചു വാരി ഇട്ടേക്കും കേട്ടോ. നമുക്ക് അവിടെ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ പെയിൻറ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഫുൾ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ 3 ദിവസത്തെ പരിപാടിയാണ് ഈ 6-7 മിനിറ്റിൽ കാണുന്നത്. നമ്മൾ മാറി മാറി തുടക്കി അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ഈ വാതിലിൽ ഇവിടെ ഒരു പെയിൻറ്റ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ചുമ്മാ ഇങ്ങനെ എടുത്തിട്ട് അടിക്കുവാണ്. പക്ഷേ നമ്മൾ ആദ്യം വിചാരിച്ച് പണി പാളിയെന്ന്. കാരണം ഇത് അടിച്ചിട്ട് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. 3 ദിവസം നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ആയപ്പോഴാണ് ഇതൊന്ന് ഉണങ്ങി കിട്ടിയത്. അടുക്കളയിലെ എല്ലാ സാധനവും വലിച്ചു വാരി ഇട്ടേക്കാണ് കേട്ടോ. ഈ അടുക്കളയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം വീണുകൊണ്ടിരുന്നത്. കാരണം അവിടെയും ഫുൾ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി തുടങ്ങിയാണ് ഇത് രാവിലെ തന്നെ. എന്നിട്ട് ഇത്ര ആയിട്ടുള്ളൂ, ഇത്ര നേരമായിട്ട്. അപ്പോൾ ഞങ്ങൾ എരമലൂർ പോകാൻ കേട്ടോ. ഒന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. അക്കേനെ ഞായറാഴ്ച കൊണ്ടുവരുവാണ്. അപ്പോൾ അതൊക്കെ മുന്നേയിട്ട് കുറച്ചും കൂടിയൊക്കെ സാധനം വാങ്ങാനുണ്ട് ക്ലീനിങ്ങിനൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് നമ്മൾ പോവുകയാണ്, ഞാനും അമ്മയും കൂടി. നമ്മൾ ബസ്സിനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഗേറ്റയുടെ കെട്ടിയിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഞങ്ങൾ രണ്ടുപേരുടെ മുഖം തവള വിഴിഞ്ഞ പോലെ ഇരിക്കുന്നത് നമ്മൾ പറയുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ നമ്മൾ എരമലൂർ എത്തിയ ശേഷം എരമലൂർ നമുക്കൊരു സാധനം കിട്ടില്ല കേട്ടോ. അല്ലറ ഇല്ലറ സ്റ്റേഷനറി ഐറ്റംസൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വെല്ലത്തോട് വന്നിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ചവിട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് നമുക്ക് കുറച്ചല്ലോ അവിടെ നടക്കാൻ വീട്ടിലോട്ട്. അങ്ങനെ നടന്നാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. വീട്ടിൽ വന്ന് കുറച്ച് സാധനമൊക്കെ പെറുക്കി വെച്ച്, ഇതൊന്നും അല്ല ടിനി ഉണ്ട്, അതൊന്നും എടുക്കാൻ ഞാൻ വിട്ടുതരാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു പെയിൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ക്ലിയർ ചെയ്തൊന്നും അടിക്കുന്നില്ല, ജസ്റ്റ് അതിൻ്റെ പുറത്തോട്ട് തന്നെ ഒന്ന് അടിക്കുവാണ്. ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടി കളർ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നതിന് കളിയാക്കും കേട്ടോ അവരൊക്കെ കൂടി നിന്നിട്ട്. പെട്ടെന്ന് തന്നെ ഒരു 1.5 മണിക്കൂറുണ്ട് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരുപാട് ക്ലീനിങ് ഇനി ബാക്കിയുണ്ട്. സത്യം പറഞ്ഞാൽ ക്ലീൻ ചെയ്തിട്ടും ഒരറ്റത്തും എത്താത്ത അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ആ പെയിൻറ്റ് വീണെടുത്ത് ഞാൻ അപ്പം തന്നെ തുടച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് ടൈലിൽ നിന്ന് പോകാൻ പാടായിരിക്കും. അങ്ങനെ അത് ചെയ്യുവാണ് ഞാനിപ്പോൾ. അപ്പോഴത്തേക്കും സമയം നല്ലപോലെ രാത്രി ആയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ കിടക്കാൻ വേണ്ടി നമ്മൾ വേഗം ആ മുറി മാത്രം ഒന്ന് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പായൊക്കെ വെച്ച് ബെഡിൽ പുതപ്പൊക്കെ വെച്ചിട്ടിട്ടുണ്ട്. ആ ഭിത്തിന് ഉണങ്ങിയാൽ ഇച്ചിരി കൂടി കളർ വരുള്ളൂ. ഇപ്പം നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് പിന്നെ ആ ഡാർക്ക് കളർ തന്നെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വേഗം കിടന്ന് ഉറങ്ങിയിട്ടോ. കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ആർക്കും ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പെയിൻറ്റിൻ്റെ മണം ഒന്നാമതേ ഉണ്ട്. പിന്നെ ഒരു കല്യാണ വീടിൻ്റെ ഫീലായിരുന്നു നമുക്ക് എല്ലാവർക്കും. ഉറക്കവും ഇല്ല, ഒന്നുമില്ല. ഇത് വെളുപ്പിന് 5 മണിക്ക് എണീറ്റിട്ടുള്ള പരിപാടിയാണ്. കാരണം അപ്പം തുടങ്ങി നമുക്ക് തീരുള്ളൂ. കാരണം ഇത് ശനിയാഴ്ച രാവിലെയാണ്. ഞായറാഴ്ച നമ്മുടെ ഫംഗ്ഷനാണ്. ശനിയാഴ്ച വൈകുന്നേരം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുന്നേ ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കി പാത്രമൊക്കെ അകത്ത് കയറ്റണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ധൃതി പണിയാണ് പിറ്റേ ദിവസം നടക്കുന്നത്. ഇന്ന് അച്ഛൻ കേട്ടോ, അച്ഛൻ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ 4 പേരാണ് ഇന്ന് ഉണ്ടായിരുന്നത്. അകത്തുനിന്ന് പെറുക്കി പുറത്തിട്ട പാത്രമൊക്കെ തേച്ച് കഴുകി ഉണക്കണത് അമ്മൂമ്മയും ചിറ്റയും കൂടിയായിരുന്നു. ഞാനും അമ്മയും കൂടി അകത്ത് നിന്ന് ക്ലീൻ ചെയ്ത് അത് അടുക്കി പെറുക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ മാറി ചെയ്തുകൊണ്ടാണ് കേട്ടോ പിന്നെയെങ്കിലും പണി തീർന്നത്. അപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് അമ്മ പോയിട്ട് പിറ്റേ ദിവസത്തേക്ക് വേണ്ട ചൂര വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇനി ഇത് വെട്ടി മുറിച്ച് വെക്കണം വൈകുന്നേരത്തേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട്. ആ കൂട്ടത്തിൽ ചെമ്മീനും അയിലയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിതെല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അതെനിക്ക് വീഡിയോ എടുത്ത് ശീലമില്ല. പിന്നെ വീഡിയോ പൊസിഷനിൽ എടുക്കാമെന്ന് എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ ഞാൻ തലതിരിച്ച് വെച്ചെടുക്കും, ചിലപ്പോൾ നേരെ എടുക്കും. അതുകൊണ്ടാണ് ഈ നേരെയും പകുതിക്കൊക്കെ കിടക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഈ ജോലിയുടെ ഇടയ്ക്ക് എനിക്കിത് വീഡിയോ എടുക്കാൻ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു.
അത് കഴിഞ്ഞ് വന്ന് നേരെ ഡോറും കൂടി തൂക്കേണ്ടത്, അതും കൂടി തൂത്ത് ഓൾമോസ്റ്റ് നമ്മുടെ പണിയൊന്ന് ഒതുങ്ങും. അതിൻ്റെ ഇടയ്ക്ക് രാവിലെ തുടച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും തുടക്കുന്ന മോപ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. തലേദിവസം ചൂലൊടിഞ്ഞിട്ട് പോയി ചൂല് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണ് മോപ്പ് ഒടിയുന്നത്. പിന്നെ അപ്പം തന്നെ ഞങ്ങളുടെ അടുത്തുള്ള കടയിൽ പോയിട്ട് ഒരു മോപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ക്ലീനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഞാനും ചിറ്റയും കൂടി ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തേക്ക് വേണ്ട പച്ചക്കറി വാങ്ങിക്കണമായിരുന്നു. പിന്നെ ഉച്ചക്കത്തേക്ക് ഫുഡും വാങ്ങിക്കണം. നമ്മളൊന്നും ഉണ്ടാക്കില്ലായിരുന്നു. അപ്പോൾ പോയ വഴിക്ക് നമ്മളൊരു കടയിൽ കയറി സോഡ സർബത്തൊക്കെ വാങ്ങിച്ച് കുടിച്ച് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അത് ഉള്ളോട്ട് പോകുമ്പോഴത്തേക്കുള്ളൊരു ആശ്വാസം എനിക്കിപ്പോൾ ഇത് കാണുമ്പോഴും വരുന്നുണ്ട്. അത്ര ടയേർഡായിരുന്നു. വെയിലത്ത് നടന്ന് ക്ഷീണിച്ചിരുന്ന് കുടിക്കുകയാണ് ഞാനതിപ്പോൾ. അതൊക്കെ നമ്മൾ സാധനമൊക്കെ മേടിച്ച് വീട്ടിലോട്ട് പോകുന്നത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഓട്ടോയ്ക്കാണ് വന്നത്. എന്നിട്ട് ഓട്ടോ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് വീട്ടിലോട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് നടന്ന് വരുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്ന് ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചത്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചോറ് വാങ്ങിച്ചത്. അപ്പോൾ ചോറും ബിരിയാണിയൊക്കെ നമ്മൾ കഴിച്ചു. അപ്പോഴത്തേക്ക് അമ്മൂമ്മ ചൂരയൊക്കെ വെട്ടി തേച്ച് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ക്ലീനിങ് കഴിഞ്ഞിട്ട് തുടയും തൂക്കലും ഒതുക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു സമാധാനമായിരുന്നു ഇത് കാണുമ്പോൾ തന്നെ. അകത്തെ ക്ലീനിങ് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അകത്തുനിന്ന് മാറ്റിയ സാധനങ്ങളൊക്കെ പുറത്ത് ഇറക്കിയിട്ടേക്കുമായിരുന്നു. അത് അവിടെ നിന്നും ക്ലീൻ ചെയ്ത് നമ്മൾ മുറ്റം കൂടി സെറ്റാക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറത്ത് ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു. എന്നിട്ടാണ് നമ്മളിനി കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.